بسم الله الرحمن الرحيم. وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون حجرا محجورا وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1206 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 21 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون هجرا مهجورا وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. صدق الله العلي العظيم. സൂറത്തുൽ ഫുർഖാനിലെ 21 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതൻ എന്ന നിലക്ക് മക്കയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ആ വിഷയങ്ങളാണ് നമ്മൾ വായിച്ചു വരുന്ന ഭാഗത്ത് കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തിൽ അള്ളാഹു ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിട്ട് അള്ളാഹു പറഞ്ഞത്, തങ്ങൾക്ക് മുമ്പായി നിയോഗിക്കപ്പെട്ടിരുന്ന എല്ലാ പ്രവാചകന്മാരും തന്നെ ഭക്ഷണം കഴിക്കുന്നവരും അങ്ങാടികളിൽ ക്രയവിക്രയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നടക്കുകയൊക്കെ ചെയ്തിരുന്നവർ തന്നെയാണ്. നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് പരീക്ഷണമായി മാറുക തന്നെ ചെയ്യും. നിങ്ങൾ സഹനം അവലംബിക്കുന്നില്ലേ? നിരീക്ഷകനായിട്ട് കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് കാണുന്നവനായിട്ട് അള്ളാഹു ഉണ്ട് എന്ന ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനെ പോലെ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന, ജീവിതാവശ്യങ്ങൾക്കായിട്ട് അങ്ങാടിയിൽ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നതാണ് അവര് ഒരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുള്ള മറുപടിയായിട്ടാണ് അള്ളാഹു ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. പൂർവിക പ്രവാചകന്മാർ ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാമും അതുപോലെ മൂസ ഈസ അലൈഹി അസ്സലാം, ചരിത്രത്തിലെ പരാമർശ വിധേയമാകുന്ന മറ്റു അവരൊക്കെയും തന്നെ സാധാരണ മനുഷ്യരെ പോലെ തിന്നുകയും കുടിക്കുകയും അതുപോലെ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തവർ തന്നെയാണ് എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവരുന്നയിച്ച
ആ വിമർശനത്തിന് അല്ലെങ്കിൽ ആക്ഷേപത്തിന് മറുപടി നൽകുകയുണ്ടായത്. അതിനെ തുടർന്നാണ് അവരുടെ വേറെ ചില വാദഗതികളെ അള്ളാഹു നേരിടുന്നത് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളിലായിട്ട്. ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ നമുക്ക് ഒന്ന് അതിന്റെ ആശയതലം മനസ്സിലാക്കാൻ ശ്രമിക്കാം. وقال الذين لا يرجون لقاءنا നാമുമായൊരു കൂടിക്കാഴ്ചയുണ്ട് എന്ന കാര്യം അംഗീകരിക്കാത്ത ആളുകൾ, നമ്മുടെ മുന്നിൽ ഒരിക്കലും ഹാജരാകേണ്ടി വരും എന്ന ഒരു കണക്കുകൂട്ടലോ പ്രതീക്ഷയോ ഇല്ലാത്ത ഈ ജനങ്ങൾ അവര് പറയുന്നു. വഖാല, ഒരു കൂട്ടർ പറയുകയാണ്. എന്താണ്? ആരാണത്? അല്ലദീന ലാ യർജൂന ലിഖാഅന, നാമുമായിട്ടൊരു കൂടിക്കാഴ്ചയുടെ, ഒരു സന്ധിക്കലിന്റെ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഹാജരാവേണ്ടി വരുന്ന ഒരു കാര്യം വരാനിരിക്കുന്നു എന്ന സംഗതിയെ ഉൾക്കൊള്ളാത്ത, അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലാത്ത ആളുകൾ, ലാ യർജൂന, അവർക്ക് അങ്ങനെ ഒരു റജാ തന്നെ ഇല്ല, അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അള്ളാഹുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും, അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകേണ്ടതായി വരും എന്ന ഒരു കണക്കുകൂട്ടലൊന്നും അവർക്കില്ല. അങ്ങനെ ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളാണത്. സാഴത്തിൽ വിശ്വാസമില്ലാത്തവര് മരണശേഷം അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാവുകയും നമ്മുടെ മുഴുവൻ കർമ്മങ്ങളുടെയും പരിശോധന അവിടെ നടക്കുകയും ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്ത, പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ. മക്കയിൽ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തിരുന്ന ആളുകൾ തള്ളിക്കളഞ്ഞിരുന്ന ഒരു കാര്യം തന്നെ അതാണ്. ഈ സൂറത്തിന്റെ തന്നെ പിന്നിട്ട ഭാഗങ്ങളിൽ നമ്മൾ അത് കാണുകയുണ്ടായി. അപ്പോ അവര് പറയുന്ന കാര്യം ഇതാണ്. ലൗല ഉൻസില അലൈനൽ മലായിക, എന്തുകൊണ്ടാണ് ഞങ്ങളിലേക്ക് മലക്കുകളെ അവതരിപ്പിക്കാതിരുന്നത്? മലക്കുകള് പ്രവാചകന്മാരെ സമീപിച്ചിട്ടുണ്ട്, അവർക്ക് ദൈവിക വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും അടുക്കലേക്ക് മലക്കുകൾ വരുന്നില്ല? ഇദ്ദേഹത്തെ പ്രവാചകനായി ഞങ്ങളുടെ വഴികാട്ടിയായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം പറയാൻ വേണ്ടി മലക്കുകൾക്ക് ഞങ്ങളുടെ അടുക്കൽ കൂടി ഒന്ന് വരാമല്ലോ. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള മാലാഖയാണ്, ഇദ്ദേഹത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിങ്ങളുടെ മാർഗദർശിയായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ പിൻപറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മലക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ അടുക്കൽ വന്നില്ല? ഇതാണ് അവർ ഉന്നയിച്ചൊരു ചോദ്യം. ലൗല ഉൻസില അലൈനൽ മലായിക, അതല്ലെങ്കിൽ ഔ നറാ റബ്ബന, അതല്ലെങ്കിൽ ഞങ്ങളുടെ റബ്ബിനെ തന്നെ ഞങ്ങൾക്ക് നേരിട്ട് കാണുവാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? മലക്ക് വന്ന് പറയുകയോ അല്ലെങ്കിൽ അള്ളാഹുവിന് തന്നെ നേരിട്ട് നമ്മളുടെ മുന്നിൽ വന്നിട്ട് ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെല്ലാവരും എനിക്ക് വഴിപ്പെടണം എന്ന് പറയുന്ന വിധത്തില് നമ്മുടെയൊക്കെ മുന്നിൽ ഓരോരുത്തർക്കും കാണാവുന്ന വിധത്തിൽ എന്തുകൊണ്ട് വന്നില്ല? ഇതാണ് അവർ ഉന്നയിച്ച കാര്യം. ലഖദ് ഇസ്തക്ബറൂ ഫീ അൻഫുസിഹിം, അവർ വല്ലാത്ത നിഗളിപ്പാണ് അവരുടെ തന്നെ കാര്യത്തിൽ കാണിക്കുന്നത്. കിബ്റാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ അഹങ്കാരവും ധിക്കാര മനസ്ഥിതിയുമാണ് അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. അള്ളാഹുവിനെ പഠിപ്പിക്കുന്ന, എങ്ങനെ തന്റെ ദൗത്യം നിർവഹിക്കണം എന്നത് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന വിധത്തില് ഒരു നിലപാടാണ് ഈ ആളുകൾ സ്വീകരിക്കുന്നത്. മനുഷ്യന് മാർഗദർശനം നൽകേണ്ടതുണ്ടെങ്കിൽ അതൊരു മനുഷ്യൻ മുഖേന തന്നെ നിർവഹിക്കപ്പെടുകയാണെങ്കിൽ ന്യായമായിട്ടും ഒരു മലക്കിനെ കൂടെ അയക്കേണ്ടതുണ്ടല്ലോ എന്നാണ് ഈ ആളുകൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന അള്ളാഹ്. അതല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടവരാണ് എങ്കിൽ എന്തുകൊണ്ട് അള്ളാഹുവിന് ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അക്കാര്യം അങ്ങ് പറഞ്ഞുകൂടാ? അവനത് പറയേണ്ടതല്ലേ എന്നതൊക്കെയാണ് അവരുടെ വാദം. ഈ നിലപാടിനെ അള്ളാഹു വിശദീകരിക്കുന്നത് ലഖദ് ഇസ്തക്ബറൂ ഫീ അൻഫുസിഹിം, അവർ അവരെ കുറിച്ച് തന്നെ വലിയ നിഗളിപ്പിലും വലിയ വിചാരത്തിലുമായി പോയി.
അതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവരെ കുറിച്ച് തന്നെ അവർ വലിയ കബീറാണ് അല്ലെങ്കിൽ കിബിരിയ ആണ് എന്ന വിധത്തിലാണ് അവരെ കുറിച്ച് തന്നെ ധരിച്ചു വെച്ചിരിക്കുന്നത്. അവര് വലിയ അഹങ്കാരത്തോടുകൂടിയും നിഗളിപ്പോടുകൂടിയുമാണ് അവരെ തന്നെ കാണുന്നത്. കബീറ, മാത്രമല്ല വല്ലാത്ത ധിക്കാരത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗദർശനം സ്വീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുക മാത്രമല്ല, ധിക്കാരപരമായ ജീവിത രീതികളിലേക്ക് അവർ പോവുകയും ചെയ്തിരിക്കുന്നു. കബീറ, അത് സ്വാഭാവികമായിട്ടും വന്നു ചേരുന്ന ഒരു കാര്യമാണ്. പ്രപഞ്ച സൃഷ്ടാവായ, നമ്മൾ ഓരോരുത്തരുടെയും സൃഷ്ടാവായ അള്ളാഹുവിന് നമ്മൾ വിധേയപ്പെടുമ്പോൾ മാത്രമേ നമ്മിൽ അല്പം വിനയം ഉണ്ടാവുകയുള്ളൂ. ഈ ഭൂമുഖത്ത് എന്തൊക്കെ ആവാം, എന്തൊക്കെ ആയിക്കൂടാ എന്ന ഒരു ബോധം നമുക്കുണ്ടാവുകയുള്ളൂ. അള്ളാഹുവിന് കീഴ്പ്പെടുമ്പോൾ മാത്രമാണ് ഇതര മനുഷ്യരോടും അതുപോലെ നമ്മുടെ സഹജീവികളോടും പ്രപഞ്ചത്തോടും ഒക്കെ തന്നെ ചില കടപ്പാടുകളുണ്ട് എന്ന, അല്ലെങ്കിൽ അവരെയൊക്കെ ഗൗനിക്കേണ്ടതുണ്ട് എന്നൊരു ബോധം മനുഷ്യനുണ്ടാവുകയുള്ളൂ. അത് അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധതയുടെ തന്നെ ഭാഗമായിട്ട്, അള്ളാഹുവിനോടുള്ള കീഴ്പ്പെടലിന്റെയും അവന് വിധേയപ്പെടുന്നതിന്റെയും ഒക്കെ ഭാഗമായിട്ട് വന്നു ചേരുന്ന ഒരു സംഗതിയാണ്. കാരണം ബാക്കിയുള്ളതൊക്കെയും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്നതുകൊണ്ട് അവയോടൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് അള്ളാഹുവിനോട് നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ച് അവന് വിധേയപ്പെടാത്ത ആളുകൾ സ്വാഭാവികമായിട്ടും രൂപപ്പെടുത്തിയെടുക്കുന്ന അവരുടെ ഒരു നിലപാടാണ് കബീറ എന്നത്. വളരെ കടുത്ത ധിക്കാരത്തിലേക്കും അതുപോലെ താന്തോന്നിത്വത്തിലേക്കും അവർ പോകും. അവര് സ്വയം നിഗളിപ്പിലായി മാറുന്നു എന്ന് മാത്രമല്ല, വലിയ അഹങ്കാരികളും ധിക്കാരികളുമായിട്ട് അവര് പരിണമിക്കുകയും ചെയ്യുന്നു. ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് മലക്കുകളെ ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ചില്ല എന്ന് ചോദിക്കുന്ന ആളുകളുടെ ആ മനോഗതം, ആ നിലപാട് നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ മറ്റേ എക്സ്ട്രീം ഉണ്ട്. പടച്ചതമ്പുരാനെ, എന്റെ സൃഷ്ടാവായ റബ്ബെ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബെ എന്ന് വിളിച്ചുകൊണ്ട്, എനിക്കൊരു സൃഷ്ടാവാണ് ഉണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടെങ്കിൽ എനിക്ക് നീ വഴി കാണിക്കണമേ എന്ന് തേടുന്ന ഒരു മനസ്ഥിതി കാണിക്കുന്ന ആളുകളും ഉണ്ട്. ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും അങ്ങനെ ദൈവിക മാർഗദർശനം തേടി ആഗ്രഹിച്ച് ചോദിച്ച് കരഞ്ഞ് അള്ളാഹുവിനോട് വിധേയത്വം കാണിച്ചുകൊണ്ട് അവനുള്ള ധ്യാനത്തിൽ കഴിഞ്ഞ ആളുകളുണ്ട്. കനത്ത അന്ധകാരം വന്ന് മൂടിയപ്പോ മനുഷ്യ സമൂഹത്തെ തന്നെ അന്ധകാരങ്ങളുടെ മേൽ അന്ധകാരം പൊതിഞ്ഞ ഘട്ടങ്ങളിലും ചരിത്രത്തിന് അങ്ങനെ ചില ഘട്ടങ്ങളൊക്കെ ഉണ്ട്. ജീവിതം എന്താണ് എന്ന് വെളിപ്പെടുത്തി തരുന്ന ഒരു മാർഗദർശനം തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വെളിച്ചം തേടി അലഞ്ഞു നടന്ന ആളുകളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അള്ളാഹു ഏറ്റവും സുഭദ്രമായ യുക്തിപൂർവമായ ഒരു ജീവിത ദർശനം ജനങ്ങളുടെ മുന്നിൽ ഈ പ്രവാചകൻ മുഖേന അവതരിപ്പിക്കപ്പെട്ടപ്പോ അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുള്ളപ്പോ ഈ ആളുകൾക്ക് അത് അങ്ങനെ ആയില്ല, ഇങ്ങനെ ആയില്ല എന്നതൊക്കെയാണ് പരാതി. ഈ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന സംഗതി നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ പ്രഭാപൂരിതമാക്കുന്ന കാര്യമാണോ? നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൃത്യമായ തിരിച്ചറിവ് നൽകുന്ന സംഗതിയാണോ? ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന കാര്യമാണോ എന്നത് പരിശോധിക്കാനൊന്നും അവര് സന്നദ്ധല്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരാളെ പറഞ്ഞയക്കുമ്പോ കൂടെ ഒരു മലക്കിനെ പറഞ്ഞയച്ചില്ല? ആ മലക്ക് എന്തുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും അടുത്ത് വന്നിട്ട് കാര്യം പറഞ്ഞില്ല? എന്തുകൊണ്ട് അള്ളാഹു തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് ഈ കാര്യങ്ങളൊന്നും പറയാൻ കൂട്ടാക്കിയില്ല എന്നതൊക്കെയാണ് അവരെ
അവരുന്നയിക്കുന്ന വാദങ്ങളും ചോദ്യങ്ങളും ഒക്കെ. ഇങ്ങനെയുള്ള വാദങ്ങളും ചോദ്യങ്ങളും ഉണ്ടാവുന്നത് ഒരു സംശയവും വേണ്ട, അവരെക്കുറിച്ച് തന്നെ വലിയ അഹന്തയിലും നിഗളിപ്പിലും ആയതുകൊണ്ടാണ് എന്നാണ് അള്ളാഹു കൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ ഫലം എന്താണ്? കബീറ, കടുത്ത ധിക്കാരികളും അധർമ്മികളും അക്രമികളുമായിട്ട് അവർ മാറും. അവർ തുടർന്ന് അതാണ് ഉണ്ടാവുക. അള്ളാഹുവിനെ ഗവനിക്കാത്തവർ, അള്ളാഹുവിന്റെ ദൂതനെ പരിഗണിക്കാത്തവർ, അള്ളാഹു നൽകിയിട്ടുള്ള മാർഗദർശനത്തെ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാത്തവർ, കിബറ് കാരണമായിട്ട് പല ദുർന്യായങ്ങളും പറഞ്ഞുകൊണ്ട് ദൈവിക മാർഗദർശനത്തെ മാറ്റി നിർത്തുന്നവർ, അവർ ഭൂമിയിൽ വലിയ കുഴപ്പകാരികളും ധിക്കാരികളും അഹങ്കാരികളും കലാപകാരികളുമായിട്ട് മാറും. ഇതാണ് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന, സമകാലിക ചരിത്രവും നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന കാര്യം. നമുക്കങ്ങനെ ലോക രാഷ്ട്രീയത്തിൽ തന്നെ അങ്ങനെയുള്ള ചില ഫിഗർ ഹെഡ്സിന്റെ ചില പ്രതിഭാസങ്ങളെ കാണാൻ സാധിക്കും. അവരുടെ നിഗളിപ്പ് കണ്ടാല് സുജൂദ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും, പടച്ചതമ്പുരാന് സുജൂദ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഈ ധിക്കാരികൾ ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹുവിന്റെ മുന്നില് ശിരസ് വെച്ചുകൊണ്ട് കീഴ്പ്പെടുന്ന ആള് ഒരിക്കലും തന്നെ അങ്ങനെയുള്ള ധിക്കാരത്തിലേക്ക് പോവുകയില്ല, പോകാൻ സാധ്യമല്ല ആൾക്ക്. അപ്പോ യൗമ യറൗനൽ മലായിക, ഇനി തുടർന്ന് അള്ളാഹു പറയുന്ന ഇതാണ്, മലക്കുകൾ അവരുടെ അടുക്കലേക്ക് വന്നില്ല എന്നതാണല്ലോ ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം. എന്നാൽ കേട്ടോളൂ, യൗമ യറൗനൽ മലായികത, അവർ മലക്കുകളെ കാണാനിരിക്കുന്ന നാളിൽ, ഒരു നാളിൽ അവർ മലക്കുകളെ കാണും. എല്ലാവരും മലക്കുകളെ കാണുന്ന ഒരു നിമിഷം ജീവിതത്തിൽ തന്നെ ഉണ്ടല്ലോ. മലക്കുൽ മൗത്ത് ഓരോരുത്തരുടെയും അടുക്കലെത്തുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അവർ കാണുകയാണ്. മരണാനന്തരവും അവർ മലക്കുകളെ കാണാനിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു പറയുന്ന യൗമ യറൗനൽ മലായികത, അവര് മലക്കുകളെ കാണാൻ നിശ്ചയിക്കപ്പെട്ട ആ നാളിൽ, ലാ ബുശ്റാ യൗമഇദിൻ ലിൽ മുജ്രിമീൻ, ഈ ധിക്കാരികളായ കുറ്റവാളികൾക്ക് അന്ന് യാതൊരു സന്തോഷ വാർത്തയും നൽകപ്പെടുന്നതല്ല. മലക്കുകളൊന്നും വരുന്നത്, അവരുടെ അടുക്കലേക്ക് വരുന്നത് സന്തോഷ വാർത്ത നൽകാനായിരിക്കുകയില്ല. സന്തോഷ വാർത്ത ഉണ്ടാവുക ലക്ഷണങ്ങളും സൂചനകളും നൽകപ്പെട്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അള്ളാഹുവിനെയും പാരത്രിക ജീവിതത്തെയും ഒക്കെ വിശ്വാസത്തില് കൊണ്ടുവന്നിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ മാത്രമാണ് മലക്കുകള് സന്തോഷ വാർത്ത നൽകുന്നവരാകുന്നത്. അല്ലാത്തവരുടെ കാര്യത്തില് ഒരിക്കലും തന്നെ മലക്കുകൾ അവർക്ക് സന്തോഷ വാർത്ത നൽകുന്നവരായിട്ടാവുകയില്ല അവർ കാണുക. യൗമ യറൗനൽ മലായികത, അവർ മലക്കുകളെ കണ്ടുമുട്ടുന്ന നാളിൽ, ലാ ബുശ്റാ യൗമഇദിൻ ലിൽ മുജ്രിമീൻ, ഈ കുറ്റവാളികൾക്ക് ഒരിക്കലും തന്നെ ഒരു സന്തോഷ വാർത്തയും നൽകപ്പെടുന്നതല്ല, ഒരു ബുശ്റയും അവർക്ക് നൽകപ്പെടുന്നതല്ല, ഒരു ബിഷാറയും അവര് ഏറ്റുവാങ്ങുകയില്ല. എന്ന് പറഞ്ഞാൽ അവര് മലക്കുകളെ കണ്ടുമുട്ടുന്ന ദിവസം, മലക്കുകളെ അവർക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു നാളിൽ അവര് അനുഭവിക്കാൻ പോകുന്നത് അതിഭീകരമായ കാര്യങ്ങളാണ് എന്നതാണ്. സന്തോഷം പകരുന്ന യാതൊന്നും അവരെ കാത്തിരിക്കുന്നുണ്ടാവില്ല അന്നാളിൽ എന്നാണ് അല്ലാഹു കൂടെ പറയുന്നത്. വയഖൂലൂന, ആ ഘട്ടത്തിൽ അവർ പറയുക ഹിജ്റൻ മഹ്ജൂറ എന്നാണ്. രണ്ട് സാധ്യതകളാണ് ഈ വാക്കുകൾ. ഹിജ്റൻ മഹ്ജൂറ എന്നത് ആരാണ് പറഞ്ഞിട്ടുണ്ടാവാൻ ഇടയുള്ളത് എന്നത് രണ്ട് സാധ്യതകളാണ്. രണ്ട് രീതിയിലും അതിനെ വിവർത്തകരും മുഫസ്സിറുകളും ഒക്കെ അതിനെ പരാമർശിക്കുന്നതാണ്. വയഖൂലൂന എന്ന് പറയുന്നത് ആര് പറഞ്ഞു എന്നാണ്, ആര് പറയും എന്നാണ് പറയുന്നത്. ഒന്നുകിൽ മലക്കുകൾ പറയുന്നു, അന്ന് അവർ മലക്കുകളെ കാണുന്ന ഘട്ടത്തിൽ മലക്കുകൾ പറയുക ഇങ്ങനെയായിരിക്കും എന്നാണ് ഒരു വായന. മറ്റൊന്ന്, ഈ കുറ്റവാളികൾ തന്നെ, അവരാണല്ലോ മലക്കുകളുടെ കാര്യം ഉന്നയിച്ചിരുന്നത്. അന്ന് യൗമ യറൗനൽ മലായിക, യറൗന എന്നത് ആര് കാണുമെന്നാണ് പറയുന്നത്? മലക്കുകളെ ഈ കുറ്റവാളികൾ കാണുന്ന കാര്യമാണ് പറയുന്നത്. അവര് തന്നെയാണ് വയഖൂലൂന എന്നതിന്റെയും സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോ ഈ കുറ്റവാളികൾ
അവര് മലക്കുകളെ കാണുന്ന ഘട്ടത്തിൽ ഇങ്ങനെയാണ് പറയുക. അവർക്ക് ഒരു സന്തോഷ വാർത്തയും അന്ന് ഏറ്റുവാങ്ങാനുണ്ടാവില്ല എന്ന് മാത്രമല്ല, അവര് ഹിജ്റം മഹജൂറ എന്ന് പറയുന്നവരായിരിക്കും. ഹിജ്റം മഹജൂറ എന്ന്, ഹിജ്ർ എന്ന് പറഞ്ഞ തടസ്സം, മഹജൂർ എന്ന് പറഞ്ഞാല് അതിന്റെ പാസീവ് ഫോമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്, നിഷിദ്ധം അല്ലെങ്കിൽ പ്രൊഹിബിഷൻ എന്നൊക്കെയാണ്. അവർക്ക് വിരോധിക്കപ്പെട്ടിരിക്കുകയാണ്, പലതും അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഭയങ്കര ഇടുക്കമുള്ള ഒരു അനുഭവമാണ് അവർക്ക് ഉണ്ടാവുക. നേരത്തെ തന്നെ നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ മക്കാനുൽ ലയ്യിഖ് എന്ന് സൂചിപ്പിക്കപ്പെടുന്നത് കണ്ടു. നരകത്തിന്റെ ഇടുക്കത്തിലേക്കാണ് അവർ എറിയപ്പെടാൻ പോകുന്നത് എന്ന്. അതിന്റെ വേറൊരു വിവരണമായിട്ട് ഇതിനെ കാണാം. ഹിജ്റം മഹജൂറ, എങ്ങോട്ടും നീങ്ങാൻ വയ്യാത്ത, എങ്ങോട്ടും തിരിയാൻ വയ്യാത്ത, എന്തും ചെയ്യാൻ കഴിയാത്ത, എല്ലാ ഭാഗത്തു നിന്നുമായിട്ട് വരിഞ്ഞു മുറുക്കപ്പെട്ടിട്ടുള്ള അവസ്ഥ. ഇതാണ് അവരനുഭവിക്കാൻ പോകുന്നത്. അപ്പോ ഈ വാചകങ്ങൾ എങ്ങനെ വിവർത്തനം ചെയ്യണം എന്നത് വിവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ്. അവര് പലരും പല രീതിയിലാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ചിലര് പടച്ചവനെ കാക്കണേ എന്ന വിധത്തില് ഇതെന്തൊരു ഇടുക്കമാണ്, അസഹ്യമായ നിയന്ത്രണമാണല്ലോ എന്നത്. ഈ മലക്കുകൾ പറയുന്ന വിധത്തിലാണെങ്കിൽ ഇന്ന് നിങ്ങൾ ആകെ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ഇന്ന് നിങ്ങൾക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യവും ഉണ്ടാവുകയില്ല, അങ്ങോട്ട് തിരിയാനോ ഇങ്ങോട്ട് തിരിയാനോ നനങ്ങാനോ നീങ്ങാനോ ഒന്നിനും കഴിയില്ല എന്ന വിധത്തില് മലക്കുകൾ അവരെ അറിയിക്കുന്ന വിധത്തില് ഒക്കെ വ്യത്യസ്തമായ വായനകൾ ഇതിന് നൽകപ്പെടുന്നുണ്ട്. എന്തായാലും എല്ലാ വായനകളും വളരെ നെഗറ്റീവാണ്. ഈ മുജ്രിമുകൾ അന്ന് നേരിടുന്ന ഏറ്റവും ഭീകരവും ദുരിതപൂർണവുമായ അവസ്ഥയെ ആണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്നതിൽ ആർക്കും ഒരു സംശയവും ഇല്ല. യൗമ ഇതിൻ, ആ ദിവസം അവർക്ക് ലാ ബുഷ്റ, ഒരു സന്തോഷ വാർത്തയുമില്ല, ലിൽ മുജ്രിമീൻ, ഈ കുറ്റവാളികൾക്ക്, ഈ ധിക്കാരികൾക്ക്. വയഖൂലൂന, അവര് പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഹിജ്റം മഹജൂറ, ഒന്നുകിൽ മലക്കുകൾ പറയുന്ന വിധത്തിലാവാം, അല്ലെങ്കിൽ ഈ കുറ്റവാളികൾ പറയുന്ന വിധത്തിലാവും. മലക്കുകൾ പറയുന്ന വിധത്തിലാണെങ്കിൽ ഇന്ന് നിങ്ങളെ കാര്യം കഷ്ടം തന്നെയാണ് കൂട്ടരെ എന്ന വിധത്തിൽ പറയുന്ന പോലെയാണ്. ഇനി കുറ്റവാളികൾ പറയുന്ന വിധത്തിലാണെങ്കിൽ എന്തൊരു കഷ്ടമാണ്, ഇത് അങ്ങോട്ടും തിരിയാൻ വയ്യ ഇങ്ങോട്ടും തിരിയാൻ വയ്യ, ഒന്നിനും വയ്യല്ലോ, ഇത് വല്ലാത്ത ഇടുക്കമുള്ള വല്ലാത്ത ദുരിതപൂർണമായ ഒരു അവസ്ഥയാണല്ലോ എന്ന് സ്വയം പറയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അന്ന് മലക്കുകൾ അവർക്ക് സന്തോഷ വാർത്തയൊന്നും നൽകുന്നവരായിട്ടുണ്ടാവില്ല. അവർക്ക് മലക്കുകളെ കാണാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ മലക്കുകൾ അവരോട് വളരെ ഭീകരമായ വിധത്തില്, വളരെ പരുഷമായ വിധത്തില് പെരുമാറുന്ന ഒരു അനുഭവമാണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരിക. അപ്പൊ ഖദിംന, അങ്ങനെ നാം അവരെ തെളിച്ചോണ്ട് പോകും, ഇലാമ അമിലു മിൻ അമലിൻ, അവര് ചെയ്തിട്ടുണ്ടായിരുന്ന അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് നാം അവരെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ ഓരോരുത്തരുടെയും കർമ്മ പുസ്തകങ്ങൾ അവരുടെ മുന്നിൽ ഹാജരാക്കപ്പെടുകയും ആ കർമ്മ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ മുന്നിൽ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അവരുടെ മുന്നിൽ പുനരാവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ. ആ സംഗതിയിലേക്ക് നാം അവരെ കൊണ്ടുപോകും, അവരുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് വേണ്ടി. അവരെന്തൊക്കെയാണോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ അമലുകളൊക്കെ തന്നെ കാണേണ്ട വിധത്തിൽ, കാണാൻ ഇടയാകുന്ന വിധത്തിൽ അവരെ നാം അങ്ങോട്ട് തെളിച്ചുകൊണ്ട് പോകും. ഫജഅൽനാഹു, എന്നിട്ട് നാം അതിനെ, അവരുടെ കർമ്മങ്ങളെ, മൻസൂറ, ചിതറിപ്പോയ ധൂളികളെ പോലെയാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ കാറ്റിൽ പാറിപ്പോകുന്ന ഡസ്റ്റ് പൊടിപടലങ്ങൾ പോലെ മാത്രമേ അതുണ്ടാവുകയുള്ളൂ. അവരുടെ കർമ്മങ്ങൾ വെറുതെ ഒന്ന് അതിലേക്ക് ബ്ലോ ചെയ്താൽ, ഒന്ന് ഊതിയാൽ കാറ്റിൽ അത് പാറിപ്പോകും. ആ വിധത്തില് അത് നിസ്സാരമായ ധൂളികളായിട്ട് ഒരു സ്ഥിരതയോ എവിടെയും ഒരു ഇടമോ ഉള്ള വിധത്തിലൊന്നും അല്ല ഉണ്ടാവുക. അത് കാറ്റിൽ പാറിപ്പോകുന്ന സംഗതികൾ എന്ന് പറഞ്ഞാൽ ഒരായുഷ്കാലം കൊണ്ട് ഒരു പുരുഷായുസിന്റെ ഘട്ടത്തില് ഒരാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ കർമ്മങ്ങളായിട്ട്, ആ കർമ്മങ്ങളൊക്കെയും തന്നെ നിസ്സാരമായി, വിലയില്ലാത്ത, ഫലശൂന്യമായ, കാറ്റിൽ പാറിപ്പോകുന്ന ധൂളികളെ പോലെയായിട്ട് അത് മാറിയിട്ടുണ്ടാവും. അവർക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ
യാതൊന്നും അവകാശപ്പെടാൻ കഴിയില്ല ആ ഘട്ടത്തിൽ. ആ വിധത്തിൽ കാറ്റിൽ പാറിപ്പോകുന്ന ഒരു കാര്യമായിട്ട് അത് മാറും. എന്ന് പറഞ്ഞാൽ അവരുടെ അമലുകളിലേക്ക് എന്തൊക്കെയായിരുന്നോ അവര് ചെയ്തിട്ടുണ്ടായിരുന്ന മിൻ അമലിൻ, എന്തൊക്കെ കർമ്മങ്ങളായിട്ടായിരുന്നോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവയിലേക്ക് നാം അവരെ തെളിച്ചു കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ അവയെ വീണ്ടും അവരുടെ കണ്ണുകളിൽ തെളിയുന്ന വിധത്തിൽ, അവർക്ക് ദൃഷ്ടിഗോചരമാക്കേണ്ടി വരുന്ന വിധത്തിൽ നാം അവരെ ആ പ്രക്രിയയിലേക്ക് കൊണ്ടുപോകും. ഫജഅൽനാഹു, അങ്ങനെ നാം അതിനെ തുടർന്ന് അവരുടെ കണ്ണുകളിൽ തന്നെ അതിനെ നാം കാണിക്കും. എങ്ങനെയാണ് കാണിക്കുക? ഹബാഅൻ മൻസൂറ, ചിതറിപ്പോയിട്ടുള്ള ധൂളികളായിട്ട്, പൊടിപടലങ്ങളായിട്ട്, അത്രേ ഉണ്ടാവുള്ളൂ. അതൊരു വെറും പൊടിപടലമായിട്ട് കാറ്റിലെങ്ങനെ പാറിപ്പറന്നു പോകുന്ന, പിന്നീട് ഒരാൾക്കും കാണിച്ചു കൊടുക്കാൻ ഒന്നുമില്ലാത്ത വിധത്തിലെ അപ്രസക്തവും ഫലശൂന്യവും മൂല്യരഹിതവുമായ ചില പൊടി പടലങ്ങൾ മാത്രമായിട്ട് നാം അതിനെ അവർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ അള്ളാഹു മാറ്റും എന്നല്ല, അത് അങ്ങനെ തന്നെയാണ് ഉള്ളത്. അത്രയും നിസ്സാരമായ, ഫലശൂന്യമായ, ഉപയോഗശൂന്യമായ കാര്യങ്ങളാണ് അവരുടെ ജീവിതകാലത്ത് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയും ഉണ്ടാവുകയില്ല, ഒരു മൂല്യവും ഉണ്ടാവുകയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വല്ലതും ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാനിലെ 21 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു ഇത്തരം ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഒന്നും എടുത്താതെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതിന്റെ കിതാബിന്റെ മാർഗദർശനം ജീവിതത്തിൽ നമ്മുടെ വഴികാട്ടിയായി, വെളിച്ചമായി വർത്തിക്കുന്ന ആ വിധത്തിൽ സൗഭാഗ്യം ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.